ഓർക്കുമ്പോ വല്ലാതെ വിഷമം വരുന്നു. കഴിഞ്ഞ വർഷം ഇതേപോലെ സംസാരിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ അതേ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇന്ന് ഖബറിലാണ്. ഈ ലോകത്ത് ഈ ദുനിയാവിൽ എത്ര നല്ല രൂപത്തിൽ ജീവിച്ച മനുഷ്യനാണ്. അതേ ജ്വാജി എന്ന് പറയുന്ന വ്യക്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. കഴിഞ്ഞ വർഷം സംസാരിക്കുമ്പോ എന്റെ മുന്നിലിരുന്നിരുന്നു. ഇന്ന് ആ മനുഷ്യനെ കാണാനില്ല. ഇന്ന് ഭൂമിയുടെ അകത്താണ്. അതാണ് ഞാൻ ആദ്യം പാടി വെച്ചത്. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗതെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. എത്രയെത്ര നേതാക്കളാണ് നമ്മുടെ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയത്. അവരുടെ അവശേഷിപ്പിന്നും നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ആ വ്യക്തികളാരും നമ്മുടെ മുന്നിലില്ല. എന്തിനധികം പറയണം, നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകം പടച്ചത് അവിടത്തേക്ക് വേണ്ടിയാണ്. ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നും നമുക്ക് കാണാമായിരുന്നു. എന്നാൽ ദുനിയാവിലെ ജീവിതം നശ്വരമാണ്, ആഖിറമാണ് നമുക്ക് പ്രധാനം. അവിടെയുള്ള ജീവിതമാണ് അന്തസ്സുള്ള ജീവിതം. ഈ ദുനിയാവിലെ ജീവിതം ഞാൻ ഈ പറഞ്ഞ മനുഷ്യന്റെ അവസ്ഥ പോലെ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെയുണ്ട്. വരും വർഷങ്ങളിൽ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. അതേ, ഞാൻ ധരിച്ച കമീസനിൽ നിന്ന് മാറ്റിവെക്കുന്ന സമയം ഉണ്ട്. ഞാൻ ധരിച്ച തൊപ്പി മാറ്റിവെക്കുന്ന സമയം വരാനുണ്ട്. എന്റെ കുടുംബങ്ങൾ വിഷമിക്കുന്ന ഒരു സമയം വരാനുണ്ട്. എന്റേതാണെന്ന് പറഞ്ഞതെല്ലാം എന്നിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയം വരാനുണ്ട്. മുഅ്മിനീങ്ങളെ, എന്റേതെന്ന് പറയുന്ന വീട്, എന്റേതാണെന്ന് പറയുന്ന വാഹനം, എന്റേതാണെന്ന് പറയുന്ന തോട്ടങ്ങൾ, എന്റേതാണെന്ന് പറഞ്ഞു വെച്ചതായ സ്ഥലങ്ങൾ എല്ലാം നമ്മുടെ പേരിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സമയം വരാനുണ്ട്. ഏതാണ് ആ സമയമെന്ന് നമുക്ക് വ്യക്തമല്ല. ഇത്ര കാലം നീ ഇവിടെ ജീവിക്കുമെന്നതിൽ ഗ്യാരണ്ടി തന്നിട്ടില്ല. ഇത്ര വയസ്സ് വരെ ഞാൻ ഇവിടെ ജീവിക്കും എന്ന് ഉറപ്പില്ല. ഇന്ന് വൈകുന്നേരമാകുമോ എന്ന് എനിക്കറിയില്ല. എത്രയെത്ര ചെറുപ്പക്കാരാണ് മരണം പെടുന്നതിനെ കൊണ്ടുപോവുകയാണ്. ഞാൻ അറിയുന്ന ഒരു സുഹൃത്ത് ഒരൽപ്പ ദിവസം മുമ്പ് നമ്മൾ ആ മയ്യത്ത് സന്ദർശിക്കാൻ പോയിരുന്നു. കൊണ്ടങ്കേരിയിലുള്ള ഒരു വ്യക്തിയാണ്. അല്ലാഹു ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതെ, ആ മനുഷ്യന്റെ മയ്യത്ത് നോക്കി പുറത്തിറങ്ങുമ്പോ ആ മനുഷ്യന്റെ മകനോട് ഞാൻ അന്വേഷിച്ചു, അല്ല ഇതാരാണ് കിടക്കുന്നത്? മകൻ പറയാണ് എന്റെ വാപ്പയാണ്. ഉടനെ ഞാൻ ചോദിച്ച ആ കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞുപോയി. ആ കുട്ടി പറയുകയാണ്, ഉസ്താദേ, രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. അവിടെ ഇവിടെയൊക്കെ പോയി വൈകുന്നേരം വീട്ടിലേക്ക് വന്നതാണ്. പെട്ടെന്ന് കഴിയാതെ മൂർനാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. പെട്ടെന്ന് തന്നെ മരണം സംഭവിച്ചു ഉസ്താദേ. ഇന്നലെ ഭൂമിയുടെ പുറത്തുണ്ടായ ആള് ഇന്നതാ ഭൂമിയുടെ അകത്തളങ്ങളിലാണ്, 6 അടി മണ്ണിനടിയിലാണ്. ഇന്ന് നമ്മുടെ ചുറ്റും പല ആളുകളുണ്ട്. ഇന്ന് നമ്മുടെ ചുറ്റും പല ആളുകൾ നമ്മളെ നോക്കാനുണ്ട്. നമ്മുടെ പിതാക്കളുണ്ട്, മാതാവുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മളുടെ ജ്യേഷ്ഠാനുജന്മാരുണ്ട്,
നമ്മുടെ സഹോദരന്മാരുണ്ട്, നമ്മുടെ കൂട്ടുകുടുംബങ്ങളുണ്ട്, നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ ഭർത്താവുണ്ട്. എന്നാൽ അതേ മരണമങ്ങ് സംഭവിച്ചാൽ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഇന്നാലില്ലാഹി മുഴങ്ങിയാൽ പിന്നെ പേര് മയ്യിത്താണ്, പിന്നെ ഒരു തടി മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, ഒറ്റക്ക് പോയി കിടക്കണ്ടേ? ആ ഖബറിലെ അവസ്ഥ എന്താണ്? ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതേ ഈ വിഷയത്തിലേക്ക് കടന്നാൽ നീണ്ടുപോകും. ബഹുമാനപ്പെട്ടവര്,